ഹായ് ഗൈസ്, ഞാൻ നിർത്തിയിരിക്കുന്നത് രാമൻ ഇക്ഷ്വാക് വംശത്തിന്റെ യുവരാജാവ് എന്ന ബുക്കിന്റെ റിവ്യൂ ആയിട്ടാണ്. നമ്മൾ ബുക്ക് റിവ്യൂവിന്റെ 4ാമത്തെ എപ്പിസോഡാണ്. ഇപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് അമീഷ് തിരുപ്പതി എന്ന് പറഞ്ഞ ഓണറാണ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് EK പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് പബ്ലിഷിംഗ് കമ്പനിയാണ്. ഇതേ ഒരു ഹിന്ദി റൈറ്ററാണ്. ഇതേ തന്നെയാണ് മെലൂഹിൽ ചിരഞ്ജീവി. അതായത് അതിന്റെ അൺബോക്സിംഗ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു ഇമ്മോർട്ടൽസ് ഓഫ് മെലൂഹ അല്ലെങ്കിൽ മെലൂഹയിലെ ചിരഞ്ജീവികൾ, അതുപോലെ തന്നെ ഇത് ഇന്ത്യന്റെ 2ാം ഭാഗമായിട്ട് വരുന്നതാണ് ശിവത്രയം. ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബുക്ക്. 2010 ഈ ബുക്ക് എഴുതിയത്. വായുപുത്രന്മാരുടെ ശബ്ദം എന്ന് പറയാനുള്ള ഈ ഒരു ബുക്കും എഴുതിയ ഈ സെയിം റൈറ്റർ തന്നെയാണ് ഈ ഒരു ബുക്കും എഴുതിയിട്ടുള്ളത്. അതിനുശേഷം വന്ന ഇദ്ദേഹത്തിന്റെ ബുക്ക് ട്രയോളജി, അതായത് അതൊരു ബുക്ക് ട്രയോളജി ആയിരുന്നു, ബുക്ക് ഫ്രാഞ്ചൈസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ബുക്ക് ട്രയോളജി ആയിരുന്നു. ഇതൊരു ബുക്ക് ഫ്രാഞ്ചൈസ്, അങ്ങനെ ഒരു ബുക്ക് യൂണിവേഴ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഇത് ഫസ്റ്റ് പാർട്ട് ബുക്കാണ്. രാമചന്ദ്ര പരമ്പര എന്ന് പറയുന്ന പരമ്പരയിലത്തേക്ക് രാമചന്ദ്ര പരമ്പര എന്ന് പറഞ്ഞിട്ടുള്ള പരമ്പരയിലത്തെ ആദ്യത്തെ ബുക്കാണിത്. ഇതിൽ തന്നെ വേറെ ബുക്കുകൾക്ക് വരുന്നുണ്ട്. അതായത് സീത മിഥിലയിലെ വീരനായിക എന്ന് പറയുന്ന ബുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ രാവണൻ ആര്യാവർത്തത്തിന്റെ ശത്രു എന്നുള്ള ഒരു ബുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലങ്ക യുദ്ധം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു ബുക്കും കൂടി വരാനുണ്ട്. അപ്പോൾ അത് ഇറങ്ങിയിട്ടില്ല, അത് ഇദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബുക്കിൽ ഇപ്പോൾ ടോട്ടലായിട്ടുള്ള പേജുകൾ എന്ന് പറയുന്നത് 353 പേജുകളാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ അധ്യായങ്ങളെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ 30 അധ്യായങ്ങളാണ് ഇതിലുള്ളത്. ഒരു അവസാനത്തെ അധ്യായത്തിന് മാത്രമാണ് കുറച്ച് ലെങ്ത് വരുന്നത്. അവസാനത്തെ അധ്യായം പൊളിക്കണ്ട, എന്നാലല്ലേ കാര്യമുള്ളൂ. അപ്പം ആ ഒരു അധ്യായത്തിന് മാത്രമാണ് കുറച്ച് ലെങ്ത് വരുന്നത്. അല്ലാതെ ബാക്കി അധ്യായങ്ങളിനൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 5-6 പേജ് അല്ലെങ്കിൽ ഒരു 10 പേജൊക്കെ കൂടിയത് കാണുള്ളൂ, 14 പേജൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വായിച്ചു തീർക്കാൻ വളരെയധികം സിമ്പിളാണ്. അപ്പൊ നിങ്ങൾ വായനയിലേക്ക് കടന്നു വരുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ ബുക്ക് എന്തായാലും വായിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുകയുള്ളത്. അപ്പൊ ഈ ബുക്ക് തുടങ്ങുന്നത് എന്ന് പറയുന്നത് സീതേനെ തട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു ഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ അവസാനിക്കുന്നതും ഈ സീതേനെ തട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ്. അവിടെ വരെയാണ് ഈ ബുക്ക് ഉള്ളത്. പിന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടൊക്കെ വാങ്ങിയാൽ അല്ലെങ്കിൽ അത് വായിച്ചാൽ മാത്രമേ നമുക്കറിയുള്ളൂ. ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ അതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക. ഈ ബുക്കിന്റെ വില എന്ന് പറയുന്നത് 399 രൂപയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ എനിക്ക് 249 രൂപയ്ക്ക് കിട്ടി. അപ്പൊ നിങ്ങൾക്കും അവിടെ നിന്നൊക്കെ വാങ്ങിക്കാവുന്നതാണ്. ആമസോണിൽ നിന്നും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. വിവർത്തനം ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു, ഇതൊരു ഹിന്ദി നോവൽ അല്ലെങ്കിൽ ഹിന്ദി ബുക്ക് പരമ്പരയാണ്. അപ്പോൾ ഇത് മലയാളത്തേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് ബിന്ദു ബി മേനോൻ എന്നുള്ള ഒരു എഴുത്തുകാരിയാണ്. ഈ ഒരു എഴുത്തുകാരി തന്നെയാണ് ഹിരോഷിമയുടെ ദുഃഖം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിവർത്തനം, അല്ലെങ്കിൽ ആ ഒരു കൃതിയും മലയാളത്തേക്ക് വിവർത്തനം ചെയ്തത്. അതുപോലെ തന്നെ കുറിഞ്ഞിപ്പൂക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാസമാഹാരം ഈ ഒരു എഴുത്തുകാരി എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ പ്രധാന ഗോത്രങ്ങളൊക്കെ അക്ഷരമാലാക്രമത്തിൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റത്തെ കുറച്ച് പേജുകളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വല്ല സംശയങ്ങാനും വന്നാലോ, ഒരുപാട് കഥാപാത്രങ്ങൾ അതുകൊണ്ട് വല്ല സംശയങ്ങാനും വന്നാൽ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു പേജ് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെന്ന് അവരുടെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പരമ്പരയുടെ ആഖ്യാന ഘടനയെക്കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് ഈ ബുക്ക് വായിക്കാൻ പാടുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഒരു ബുക്ക് വായിക്കുന്നതിന് മുമ്പ് ഇത് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ബുക്ക് വായിച്ചിട്ട് കാര്യമുള്ളൂ. ഇവിടെ എഴുതിയിട്ടുണ്ട് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഒരു പറച്ചിൽ രീതിയാണ് ഞാനിവിടെ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് ഈ ഒരു എഴുത്തുകാരൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ പാർട്ടിനെ വെച്ചിട്ട് സെക്കൻഡ് പാർട്ടിനെയൊക്കെ വെച്ചിട്ടൊക്കെ ഇത് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു പരമ്പര പോകുന്നത് എന്ന്. അപ്പോൾ ഇത് വായിച്ചില്ലെങ്കിൽ എന്താണ് ഇദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നും. കാരണം അത് ഇദ്ദേഹത്തിൻ്റെതായ രീതിക്കാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. കൺഫ്യൂഷനുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് സഹായിക്കും. ഈ ഒരു ബുക്കിൽ ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 9.2 ഔട്ട് ഓഫ് 10 ആണ്. ഇത് മസ്റ്റ് റീഡ് ആയിട്ടുള്ള ഒരു ബുക്ക് എന്ന് തന്നെ ഞാൻ പറയും. കാരണം ബിഗിനേഴ്സ് ഒക്കെ ഉറപ്പായിട്ടും വായിച്ചിരിക്കുക. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ ഭയങ്കരധികം ആവേശത്തോടെ വായിച്ചാണ്. ലാസ്റ്റ് ഭാഗത്തെത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിർത്താൻ തോന്നില്ല, ഒരു എനർജി ഇങ്ങോട്ട് കയറും. ഫസ്റ്റ് ഭാഗമൊക്കെ കുറച്ച് ലാഗുള്ള പോലെ തോന്നുന്നത്. പിന്നെ എൻഡിങ് ഒക്കെ വേറെ ലെവല് ആയിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ബാഹുബലി അതുപോലെ തന്നെ KGF നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു ക്ലിപ്പ് ആംഗിൾ എൻഡിങ് അതുപോലെ തന്നെ, അല്ലെങ്കിൽ ഒരു മാസ് അല്ലെങ്കിൽ ക്ലാസ് ആയിട്ടാണ് ഇത് നിർത്തുന്നതെങ്കിൽ പോലും ഒരു മാസി ഫീൽ നമുക്ക് എന്താണ് അടുത്ത് നടക്കുക, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ള കഥ തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയുകൊണ്ട് അടുത്ത ബുക്ക് വായിക്കാൻ വേണ്ടി ഞാൻ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.